പ്രതീക്ഷകൾ വിഫലമായി. ചെറുപുഴ കാര്യങ്കോട് പുഴയിൽ കാണാതായ തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിന്റെ മൃതദേഹം കണ്ടെത്തി. 4 ദിവസമായി തുടരുന്ന വ്യാപകമായ തിരച്ചിലിനൊടുവിലാണ് 36-കാരനായ രാജേഷിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പുളിങ്ങോം ഇടവരമ്പിന് സമീപം തേജസ്വിനി പുഴക്കരയിൽ ഓടക്കാടിൽ കുടുങ്ങിയ നിലയിലാണ് രാജേഷിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മീന്തുള്ളി തുരുത്തിൽ ഒറ്റപ്പെട്ട ഒരാളെ രക്ഷിക്കുന്നതിനിടയിലാണ് ശനിയാഴ്ച വൈകുന്നേരം രാജേഷ് ശക്തമായ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. പെരിങ്ങോം അഗ്നിരക്ഷാസേന, സിവിൽ ഡിഫൻസ്, പോലീസ്, ആപത് മിത്ര പ്രവർത്തകർ, റാഫ്റ്റിംഗ് ക്ലബ് അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തിരച്ചിൽ. മീന്തുള്ളി മുതൽ കൊല്ലാട വരെ ഏകദേശം 15 കിലോമീറ്റർ ദൂരത്തിൽ റാഫ്റ്റുകൾ ഉപയോഗിച്ചും പുഴയുടെ ഇരുകരകളിലും തുരുത്തുകളിലും പാറക്കെട്ടുകളിലും പരിശോധന നടത്തി. ഇന്ന് അഗ്നിരക്ഷാസേനയുടെ സ്കൂബ സംഘവും യന്ത്രവത്കൃത ഡിങ്കി ബോട്ടുകളും ഉൾപ്പെടെ കൂടുതൽ സംവിധാനങ്ങൾ തിരച്ചിലിനായി രംഗത്തിറങ്ങിയിരുന്നു. അഡ്വഞ്ചർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് രംഗത്ത് സജീവമായിരുന്ന രാജേഷ് പ്രളയകാലത്തും വയനാട് ദുരന്തത്തിലും രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. NCC കേഡറ്റുകൾക്ക് ട്രക്കിംഗ് പരിശീലകനായി പ്രവർത്തിച്ചിരുന്നു. രക്ഷാപ്രവർത്തകനായി മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയ രാജേഷിന്റെ വിയോഗത്തിൽ കണ്ണീരിലാണ് കുടുംബവും സുഹൃത്തുക്കളും നാട്ടുകാരും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. കണ്ണൂർ നഗരത്തിൽ നിന്നും 300 മീറ്റർ മാത്രം അകലെ പ്രൊഫഷണൽ ബിസിനസ് മീറ്റിംഗുകൾക്കും സുഖകരമായ താമസത്തിനും ഏറ്റവും അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പ്രീമിയം ഹെറിറ്റേജ്. കോർപ്പറേറ്റ് മീറ്റിംഗുകൾക്കും വലിയ ആഘോഷങ്ങൾക്കുമായി അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ബാങ്ക്വറ്റ് ഹാളുകളും കോൺഫറൻസ് റൂമുകളും. വിശിഷ്ടമായ രുചിക്കൂട്ടുകളുമായി ഞങ്ങളുടെ റെസ്റ്റോറന്റും കഫേയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. യാത്രകളിലും ആരോഗ്യം സംരക്ഷിക്കാൻ ഹൈടെക് ഫിറ്റ്നസ് സെന്റർ, ശരീരത്തിനും മനസ്സിനും പൂർണ്ണ വിശ്രമം നൽകാൻ വെൽനസ് സ്പാ തുടങ്ങിയ മറ്റ് അത്യാധുനിക സൗകര്യങ്ങളും.